ഹലോ എവ്രിവൺ, വെൽക്കം ടു എൻലേൺ. നമ്മൾ ഇന്ന് ജെനറ്റിക്സിന്റെ പുതിയ ക്ലാസ്സസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എന്താണ് ജെനറ്റിക്സ്? ഓക്കെ, നമ്മുടെ ജീൻസിനെയും ഹെറിഡിറ്റിനെയും ഒക്കെ പറ്റിയിട്ടുള്ള സ്റ്റഡീനെയാണ് നമ്മൾ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ജെനറ്റിക്സ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം എന്താ മെന്റേലിയൻ പ്രിൻസിപ്പിൾസ് നോക്കണം. അപ്പം ഗ്രിഗർ ജൊഹാൻ മെന്റൽ ആണ് നമ്മുടെ മോഡേൺ ജെനറ്റിക്സിന്റെ ഫാദർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗ്രിഗർ മെന്റൽ ആണ് ബേസിക്, അതായത് ഹെറിഡിറ്റിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഡിസ്കവർ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ മെന്റേലിയൻ പ്രിൻസിപ്പിളിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് ടേംസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജീൻ എന്താണെന്ന് നോക്കണം. ജീൻ എന്ന് പറയുന്നത് ഒരു ഇൻഹെറിറ്റഡ് ഫാക്ടർ ആണ്. ഓക്കെ, ജീൻ എന്ന് പറയുന്നത് ഇൻഹെറിറ്റഡ് ഫാക്ടർ ആണ്, നമ്മുടെ ഡി എൻ എന്റെ പാർട്ടാണ്. ഡി എൻ എയിൽ കാണുന്ന ഒരു ഇൻഹെറിറ്റഡ് ഫാക്ടർ ആണ് ജീൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്യാരക്ടേഴ്സ്, ഓരോ ഓർഗാനിസത്തിന്റെയും ക്യാരക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ജീനാണ്. ഓക്കെ, അടുത്തതാണ് അലീൽ. ഇപ്പം നമ്മൾ ജീൻ എന്താണെന്ന് പറഞ്ഞു. ഈ ജീന്റെ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ഓൾട്ടർനേറ്റീവ് ഫോംസിനെയാണ് നമ്മൾ അലീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജീൻ, അടുത്തത് ജീന്റെ ഓൾട്ടർനേറ്റീവ് ഫോം ആയിട്ടുള്ള അലീൽ, ദെൻ ലോക്കസ്. ലോക്കസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ക്രോമസോം. ഈ ക്രോമസോമിനകത്ത് അലീൽസ് എവിടെയാണോ കാണുന്നത് ആ ഒരു പൊസിഷനെയാണ് നമ്മൾ ലോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഹെറിറ്റഡ് ഫാക്ടർ ജീൻ, ആ ജീനിന്റെ ഓൾട്ടർനേറ്റീവ് ഫോം ആണ് അലീല്. അലീല് കാണുന്ന ആ ഒരു പൊസിഷനെ, ക്രോമസോമിൽ അലീല് കാണുന്ന ആ ഒരു പൊസിഷനെയാണ് നമ്മൾ ലോക്കസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ്. ജീനോടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിനകത്ത് കാണുന്ന അലീൽസിന്റെ സെറ്റിനെയാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ജീനോടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിനും ആ ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൽ കാണുന്ന അലീൽസിന്റെ സെറ്റിനെയാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഫീനോടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ, ഒരു ഓർഗാനിസം, ആ ഓർഗാനിസം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ക്യാരക്ടറിസ്റ്റിക് അപ്പിയറൻസ് ആണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഹോമോസൈഗോട്ട് ആൻഡ് ഹെറ്ററോസൈഗോട്ട്. ഹോമോസൈഗോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, ഒരു ലോക്കസില് സെയിം അലീൽസ് ആണ് കാണുന്നതെങ്കിൽ അതാണ് ഹോമോസൈഗോട്ട്. ഇനി ഡിഫറെന്റ് അലീൽസ് ആണ് കാണുന്നതെങ്കിൽ അത് ഹെറ്ററോസൈഗോട്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു ക്രോമസോമില് എ എന്ന് പറയുന്ന ഒരു ജീൻ എടുത്തു. ഓക്കെ, ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു ജീൻ എടുത്തു. അപ്പൊ അലീൽ എന്ന് പറയുന്നത് സ്മോൾ എ. ഓക്കെ, ക്യാപിറ്റൽ എ ജീൻ ആണെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റീവ് ഫോം ആയിട്ടുള്ള സ്മോൾ എ ആണ് നമ്മുടെ അലീൽ എന്ന് പറയുന്നത്. ഇനി ഇപ്പം ക്യാപിറ്റൽ എന്റെ ക്യാരക്ടർ, ഇപ്പൊ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും എടുക്കാം. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ജീൻ ആണെങ്കിൽ സ്മോൾ ടി എന്ന് പറയുമ്പോൾ അതിന്റെ അലീൽസ്, നമുക്ക് രണ്ടിനെയും അലീൽസ് എന്ന് തന്നെ പറയാം. ജസ്റ്റ് നമ്മൾ ഇവിടെ എന്താ ഒരു അലീൽ എന്താണെന്നൊന്ന് മനസ്സിലാകാൻ വേണ്ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടിന്റെ ഓൾട്ടർനേറ്റീവ് ഫോം ആണ് അലീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജീനോടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിന് ടി ടി എന്ന് പറയുമ്പോഴത്തേക്കിന് ക്യാപിറ്റൽ ടി ടോളിനെയും സ്മോൾ ടി ഡോഫിനെയാണ് എന്താണ് സ്പെസിഫൈ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, ഇപ്പം ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടോളും സ്മോൾ ടി എന്ന് പറയുന്നത് ഡോർഫും ആയിരിക്കും. അപ്പൊ ആ ക്യാപിറ്റൽ ടീനെയാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ടോൾ ഡോർഫിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞു, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇത് ഹോമോസൈഗോട്ടും, ക്യാപിറ്റൽ ടി സ്മോൾ ടി അതായത് രണ്ട് ഡിഫറെന്റ് അലീൽസ് ഒരുമിച്ച് വന്നാൽ ഹെറ്ററോസൈഗോട്ടുമാണ്. ഓക്കെ, ഇനി നമുക്ക് മെന്റലിന്റെ എക്സ്പെരിമെന്റിലോട്ട് പോകാം. ഓക്കെ, മെന്റലിന്റെ എക്സ്പെരിമെന്റ്, അതായത് ഹെറിഡിറ്റിനെ പറ്റിയുള്ള സ്റ്റഡീസ് മച്ച് എഫക്റ്റീവ് ആയിരുന്നു. അതിന് കുറെ റീസൺസ് ഉണ്ട്. ഫസ്റ്റ് റീസൺ എന്ന് പറയുമ്പോഴത്തേക്കിനും മെന്റൽ എക്സ്പെരിമെന്റിനായിട്ട് സെലക്ട് ചെയ്ത പ്ലാന്റ് ആണ്. ഓക്കെ, നമ്മുടെ പി ഫാമിലിയിൽ വരുന്ന പൈസം സെറ്റീവമാണ് മെന്റൽ എക്സ്പെരിമെന്റിനായിട്ട് സെലക്ട് ചെയ്തത്. ഇനി പൈസം സെറ്റീവം ചൂസ് ചെയ്തുകൊണ്ട് തന്നെ മെന്റലിനുണ്ടായ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കിനും പൈസം സെറ്റീവം കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. അതേ കണക്ക് തന്നെ എന്താ, മറ്റു പ്ലാന്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും പൈസം സെറ്റീവം റാപ്പിഡ്ലി ഗ്രോത്ത് ഉണ്ട്. അതേ കണക്ക് ഒരു സിംഗിൾ ഗ്രോയിങ് സീസൺ തന്നെ എൻറ്റയർ ജനറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം പൈസം സെറ്റീവം കൾട്ടിവേറ്റ് ചെയ്യാൻ ഈസിയാണ്. അതേ കണക്ക് അതിന്റെ ഗ്രോത്ത് റാപ്പിഡ്ലി ആണ്. ഒരു സിംഗിൾ ഗ്രോയിങ് സീസണിൽ തന്നെ എൻറ്റയർ ജനറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്.
ഇനി പീ പ്ലാന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരുപാട് ഓസ്പ്രിങ്സിനെ, അതായത് അവരുടെ സീഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് സീഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക്, അല്ലെങ്കിൽ മെന്റലിന് ആ റേഷ്യോസിലോട്ട് എത്താനായിട്ട് ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്തു. ഓക്കെ. ഇനി മെന്റൽ പീ പ്ലാന്റ്സിൽ തന്നെ എന്താ കുറെ വെറൈറ്റി ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ മെന്റൽ അതിൽ 7 ക്യാരക്ടേഴ്സിനെയാണ് ചൂസ് ചെയ്തത്. അപ്പൊ മെന്റൽ ചൂസ് ചെയ്ത ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും സീഡിന്റെ കളർ തന്നെ യെല്ലോയും ഗ്രീനും ഉണ്ട്. അത് കണക്ക് തന്നെ സീഡ് ഷേപ്പ് റൗണ്ട് ആൻഡ് റിങ്കിൾഡ്, സീഡ് കോട്ട് കളർ ഗ്രേ ആൻഡ് വൈറ്റ്, ഫ്ലവർ പൊസിഷൻ ആക്സിയൽ ആൻഡ് ടെർമിനൽ, സ്റ്റെം ലെങ്ത് ഷോർട്ട് ആൻഡ് ടോൾ, പോഡ് കളർ യെല്ലോ ആൻഡ് ഗ്രീൻ, പോഡ് ഷേപ്പ് ഇൻഫ്ലേറ്റഡ് ആൻഡ് കൺസ്ട്രിക്റ്റഡ്. ഓക്കെ. അപ്പൊ മെന്റൽ സ്റ്റഡി ചെയ്ത 7 ക്യാരക്ടേഴ്സ് ആണ് സീഡ് കളർ, സീഡ് ഷേപ്പ്, സീഡ് കോഡ് കളർ, ഫ്ലവർ പൊസിഷൻ, സ്റ്റെം ലെങ്ത്, പോഡ് കളർ ആൻഡ് പോഡ് ഷേപ്പ്. ഓക്കെ. ഇനി നമ്മുടെ മെന്റിൽ ആദ്യം മോണോ ഹൈബ്രിഡ് ക്രോസസ് ആണ് നടത്തിയത്. അപ്പൊ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഒരൊറ്റ ക്യാരക്ടറിന് വെച്ചിട്ട് ക്രോസ് ചെയ്തു. ഇപ്പം ടോൾ ആണ് നമ്മൾ ക്യാരക്ടർ എടുത്തെങ്കിൽ ഒരു ഹോമോസൈഗോട്ട് ആയിട്ടുള്ള ടോൾ പ്ലാന്റിനെയും ഒരു ഹോമോസൈഗോട്ട് ആയിട്ടുള്ള ഡോസ് അല്ലെങ്കിൽ സ്മോൾ പ്ലാന്റിനെയും കൂടി എടുത്തിട്ട് ക്രോസ് ചെയ്യിച്ചു. അങ്ങനെ ഒരു സിംഗിൾ ക്യാരക്ടർ കൺസിഡർ ചെയ്തിട്ട് ക്രോസ് ചെയ്തതിനെയാണ് നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഇനി മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തുമ്പോഴത്തേക്കിന് ഇവിടെ നോക്കിക്കേ, ഇവിടെ സീഡിന്റെ ഷേപ്പ് വെച്ചിട്ടാണ് ക്രോസ് ചെയ്തേക്കുന്നത്. ഹോമോസൈഗസ് ആയിട്ടുള്ള റൗണ്ട് സീഡ്സിനെയും ഹോമോസൈഗസ് ആയിട്ടുള്ള റിങ്കിൾഡ് സീഡ്സിനെയാണ് സെലക്ട് ചെയ്തത്. അപ്പം ഇവിടെ സെലക്ട് ചെയ്ത ഈ റൗണ്ട് സീഡ്സിനെയും റിങ്കിൾഡ് സീഡ്സിനെയും നമ്മൾ പാരന്റൽ ടൈപ്പ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ പി ടൈപ്പ് എന്ന് പറയുന്നു. ഓക്കെ. ഇനി ഇതിൽ നിന്നും നമുക്ക് ഹോമോസൈഗസ് റൗണ്ട് സീഡിൽ നിന്നും ആർ ഗാമറ്റ് കിട്ടുന്നു, ഹോമോസൈഗസ് റിങ്കിൾഡ് സീഡിൽ നിന്നും സ്മോൾ ആർ ഗാമറ്റ് കിട്ടുന്നു. ഓക്കെ. ഇവർ തമ്മിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, F1 ജനറേഷൻ ഫോം ചെയ്യുന്നു. F1 ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഫീലിയൽ 1 ജനറേഷൻ ആണ്, ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ ആണ് F1 ജനറേഷൻ. ഇവിടെ നോക്കിക്കേ, ക്യാപിറ്റൽ ആറും സ്മോൾ ആറും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് F1 ജനറേഷൻ കിട്ടുന്നത്. അത് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ റൗണ്ട് തന്നെയാണ്. ഓക്കെ. ഇനി ഈ F1 ജനറേഷനിൽ കിട്ടിയ പ്ലാന്റ്സിനെ മെന്റൽ സെൽഫ് ഫെർട്ടിലൈസേഷൻ ചെയ്തു, അല്ലെങ്കിൽ ഓക്കെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു, ക്രോസ് ഫെർട്ടിലൈസേഷൻ നടത്തി, F1 കിട്ടി, F1 സെൽഫ് ഫെർട്ടിലൈസേഷൻ ചെയ്തു. അങ്ങനെ സെൽഫ് ഫെർട്ടിലൈസേഷൻ ചെയ്തപ്പോഴത്തേക്കിനും നമുക്ക് 4 ഓഫ് സ്പ്രിങ്ങിനെ കിട്ടി, അല്ലെങ്കിൽ 4 ടൈപ്പ് ഓഫ് സ്പ്രിങ്, 4 ടൈപ്പ് ജീനോടൈപ്പ് ഉള്ള ഓഫ് സ്പ്രിങ്ങിനെ കിട്ടി. അപ്പൊ മെന്റലി 3:1 റേഷ്യോയിൽ അതിനെ കൺക്ലൂഡ് ചെയ്തു. അപ്പൊ 3:1 റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കിനും ഓക്കെ, നോക്കിക്കേ, റൗണ്ട് റിങ്കിൾഡ്, അതായത് നമുക്ക് കിട്ടിയ 4 ഓസ്പ്രിങ് എന്ന് പറയുമ്പോൾ അതിന്റെ ജീനോടൈപ്പ് നോക്കുമ്പോഴത്തേക്കിനും ഒരു ക്യാപിറ്റൽ ആർ, 2 ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആൻഡ് ഒരു സ്മോൾ ആർ. ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആറും എക്സ്പ്രസ് ചെയ്യുന്നത് റൗണ്ട് ഷേപ്പ് ആണ്. സ്മോൾ ആർ ആണ് റിങ്കിൾഡ് ഷേപ്പിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് 3:1 റേഷ്യോയിലാണ് ഓസ്പ്രിങ്ങിനെ കിട്ടിയേക്കുന്നത്. 3 റൗണ്ട് സീഡ്സും ആൻഡ് 1 റിങ്കിൾഡ് സീഡ്സും. ഓക്കെ. ഇനി മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തിയിട്ട് മെന്റൽ റിവീൽ ചെയ്ത 2 ലോസ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ്. ഓക്കെ. ഓക്കെ. അപ്പം ഈ ലോസിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് എന്താ മോണോ ഹൈബ്രിഡ് ക്രോസ് വഴി സെവറൽ കൺക്ലൂഷൻസ് മെന്റലിന് കിട്ടി. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഇപ്പം നമ്മൾ F1 ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഒരു ക്രോസിംഗില് ഇവിടെ F1 നമ്മൾ ക്യാപിറ്റൽ, അതായത് റൗണ്ട് സീഡ് ആണ് F1 ഫോം ചെയ്തത്. പക്ഷെ അതിന്റെ ജീനോടൈപ്പ് നോക്കുമ്പോഴത്തേക്കിന് ക്യാപിറ്റൽ ആറും ഉണ്ട്, സ്മോൾ ആറും ഉണ്ട്. ഇപ്പൊ ക്യാപിറ്റൽ ആർ എന്ന് വെച്ച് കഴിഞ്ഞാല് പാരന്റൽ 1 നിന്നും, സ്മോൾ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ് 2 നിന്നുമാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് അവിടുന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, അതായത് അതായത് F1 ഏതെങ്കിലും ഒരു പാരന്റിന്റെ ഫീനോടൈപ്പ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിലും ആ F1 പ്രോജനി 2 പാരന്റിന്റെയും ജനറ്റിക് ഫാക്ടറിനെ
ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് F1 പ്ലാന്റ്സ് ഒരൊറ്റ പാരന്റിന്റെ ഫീനോടൈപ്പിനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിലും അതിൽ രണ്ട് പാരന്റ്സിന്റെയും ജെനറ്റിക് ഫാക്ടറിനെ ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്. ഇപ്പം നമ്മൾ F1നെ സെൽഫ് ഫെർട്ടിലൈസേഷൻ നടത്തിയപ്പോഴത്തേക്കിനും നമുക്ക് 3:1 റേഷ്യോയിലല്ലേ കിട്ടിയത്. ആ 3:1 റേഷ്യോ നോക്കുമ്പോഴത്തേക്കിന് 1 റിങ്കിൾഡ് കിട്ടി. 1 റിങ്കിൾഡ് കിട്ടണമെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് സ്മോൾ ആർ ആണ് കിട്ടേണ്ടത്. അപ്പൊ രണ്ട് സൈഡിൽ സ്മോൾ ആർ കിട്ടുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി F1ലെ പ്ലാന്റ്സ് രണ്ട് പാരന്റ്സിന്റെയും ജെനറ്റിക് ഫാക്ടേഴ്സിനെ ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് അലീൽസിന്റെ സെപ്പറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് അലീൽസിന്റെ സെപ്പറേഷൻ നടക്കുന്നുണ്ട്. ഈ ഫിഗറിൽ നിന്ന് നോക്കിക്കേ, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഈ ക്യാപിറ്റൽ ആറിൽ നിന്നും ഗാമേറ്റ് ഫോം ചെയ്യുമ്പോഴത്തേക്കിനും അലീൽസിന്റെ സെപ്പറേഷൻ നടന്നിട്ട് ഒരൊറ്റ ക്യാപിറ്റൽ ആർ ആണ് ആ ഗാമേറ്റ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഇവിടെ സ്മോൾ ആറിൽ നിന്ന് ഒരൊറ്റ സ്മോൾ ആർ ആണ് ഗാമേറ്റ് ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പം ഗാമേറ്റിക് ഫോർമേഷന്റെ സമയത്ത് അലീൽസിന്റെ സെപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇനി തേർഡ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഓക്കെ, നമ്മള് F1 പ്രോജനീനെ നോക്കിയപ്പോഴത്തേക്ക് ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ ആണ് ജീനോടൈപ്പ് എങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഫീനോടൈപ്പിക് ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് ആണെന്ന് പറഞ്ഞു. അപ്പം റൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും അതെന്താ, ഒരൊറ്റ പാരന്റിന്റെ ക്യാരക്ടർ മാത്രമല്ലേ അത് എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഒരൊറ്റ പാരന്റിന്റെ ക്യാരക്ടർ മാത്രമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറിനെ നമ്മള് ഡോമിനന്റ് ക്യാരക്ടർ എന്നും എക്സ്പ്രസ് ചെയ്യാത്ത അല്ലെങ്കിൽ സപ്രസ്ഡ് ആയ ക്യാരക്ടറിനെ നമ്മൾ റെസസീവ് ക്യാരക്ടർ എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ F1ൽ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഉണ്ടായിരുന്നു. പക്ഷെ ക്യാപിറ്റൽ ആറിന്റെ ആ ക്യാരക്ടറാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ക്യാപിറ്റൽ ആർ സ്മോൾ ആറിന്റെ ക്യാരക്ടറിനെ അവിടെ സപ്രസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ക്യാപിറ്റൽ ആർ ഇവിടെ ഡോമിനന്റും സ്മോൾ ആർ റെസീവ് ആണ്. ഇനി നമുക്ക് എന്താ, ഒരു പോപ്പുലേഷൻ എടുത്താൽ ആ ഒരു പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് ഡോമിനന്റ് ക്യാരക്ടറും റെസസീവ് ക്യാരക്ടറും നോക്കാം. ഇപ്പം ഒരു പോപ്പുലേഷൻ എടുത്തിട്ട് ആ പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ ഏതാണോ അതിനെ നമുക്ക് ഡോമിനന്റ് ക്യാരക്ടർ എന്നും, ഏറ്റവും കുറവ് ആൾക്കാർ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ ഏതാണോ അതിനെ നമുക്ക് എന്താ, റെസസീവ് ക്യാരക്ടർ എന്നും പറയാം. ഓക്കെ, അപ്പൊ മെന്റലിന്റെ മോണോ ഹൈബ്രിഡ് റേഷ്യോയുടെ 3 കൺക്ലൂഷൻ ആണ്. എന്താണ്, F1ല് ഒരൊറ്റ പാരന്റിന്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ക്യാരക്ടർ ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിലും അതിനകത്ത് രണ്ട് പാരക്ടേഴ്സിന്റെ ജെനറ്റിക് ഫാക്ടേഴ്സ് ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് അലീൽസിന്റെ സെപ്പറേഷൻ നടക്കുന്നുണ്ട്. തേർഡ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ ക്യാരക്ടർ മാത്രമാണ് F1ൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ആ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറിനെ നമ്മൾ ഡോമിനന്റ് ക്യാരക്ടർ എന്നും സപ്രസ്ഡ് ആയതിനെ നമ്മൾ റെസസീവ് ക്യാരക്ടർ എന്നും പറയുന്നു. ഓക്കെ, ഇനി ഈ കൺക്ലൂഷനിൽ നിന്നും നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷനും കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസും കിട്ടുന്നു. പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഗാമറ്റിക് ഫോർമേഷന്റെ സമയത്ത് അലീൽസിന്റെ സെപ്പറേഷൻ നടക്കുന്നു. ഓക്കെ, ഗാമറ്റിക് ഫോർമേഷന്റെ സമയത്ത് അലീൽസിന്റെ സെപ്പറേഷൻ നടക്കുന്നു. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ ആണ് മെന്റൽസ് ഫസ്റ്റ് ലോ എന്ന് അറിയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ആണ് കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ്. കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത് അതും നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. F1ല് ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ വരുമ്പോൾ ക്യാപിറ്റൽ ആറിന്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നു, അതിനെ ഡോമിനന്റ് ക്യാരക്ടർ എന്നും, സ്മോൾ ആറിന്റെ ക്യാരക്ടർ ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അതിനെ റെസസീവ് ക്യാരക്ടർ എന്നും പറയുന്നു. ഓക്കെ അല്ലേ? മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. നമുക്ക് മോണോഹൈബ്രിഡ് ക്രോസ് കഴിഞ്ഞിട്ട് മെന്റൽ ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് ചെയ്തത്. ഇനി എന്താണ് ഡൈഹൈബ്രിഡ് ക്രോസ്? ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോഴത്തേക്കിനും മോണോഹൈബ്രിഡ് ക്രോസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരൊറ്റ ക്യാരക്ടർ എടുത്തിട്ട് അതിനെ ക്രോസ് ചെയ്യുന്നതാണ് മോണോഹൈബ്രിഡ് ക്രോസ്. ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോഴത്തേക്കിനും രണ്ട് ക്യാരക്ടേഴ്സിനെ അവർ കൺസിഡർ ചെയ്യുന്നു. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ
ക്രോസ് ചെയ്യിക്കുന്നതിനെയാണ് ഡൈഹൈബ്രിഡ് ക്രോസസ് എന്ന് പറയുന്നത്. ഇനി ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തിയപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് രണ്ട് ക്യാരക്ടേഴ്സ് എടുക്കുന്നു, ഹോമോസൈഗോട്ട് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് എടുത്തിട്ട് അതിനെ തമ്മിൽ ക്രോസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് F1 പ്രോജനി കിട്ടുന്നു. ഈ F1 പ്രോജനിനെ സെൽഫ് ഫെർട്ടിലൈസേഷൻ നടത്തുന്നു. ഓക്കെ, ഇനി F1നെ സെൽഫ് ഫെർട്ടിലൈസേഷൻ നടത്തിയപ്പോഴത്തേക്കിന് നമുക്ക് F2വില് 315 റൗണ്ട് യെല്ലോ സീഡ്സ്, 101 wrinkled yellow seeds, 108 round green seeds and 32 wrinkled green seeds കിട്ടി. ഓക്കെ, അപ്പൊ നമ്മളൊരു റേഷ്യോ നോക്കിയപ്പോഴത്തേക്കിനും ഒരു അപ്രോക്സിമേറ്റ്ലി 9:3:3:1 റേഷ്യോ ആണ് കിട്ടിയത്. ഓക്കെ, ഡൈഹൈബ്രിഡ് ക്രോസസിന്റെ F2 ജനറേഷന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ്ലി 9:3:3:1 റേഷ്യോ ആണ്. ഓക്കെ, ഇനി അത് എങ്ങനെയാ ഇപ്പൊ നമ്മൾ എന്താ നമ്മുടെ ടോട്ടൽ നോക്കുമ്പോഴത്തേക്കിനും ഒരു 16 ടൈപ്പ് പ്രോജനി ഉണ്ട്. ആ 16ല് 9 എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ 9% എക്സ്പ്രസ് ചെയ്യുന്നത് റൗണ്ട് യെല്ലോ സീഡ്സും, 3% റിങ്കിൾഡ് യെല്ലോയും, 3% റൗണ്ട് ഗ്രീനും ആൻഡ് 1% മാത്രമാണ് റിങ്കിൾഡ് ഗ്രീൻ സീഡ്സ് കാണിക്കുന്നത്. ഓക്കെ, ഇനി മെന്റലാണെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റിന് ശേഷം ഒരു സെവറൽ എക്സ്പെരിമെന്റ് നടത്തിയതിനു ശേഷം നമുക്ക് മനസ്സിലായി ഡൈഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ എല്ലായ്പ്പോഴും 9:3:3:1 ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഈ 9:3:3:1 നിന്ന് അല്ലെങ്കിൽ ഡൈഹൈബ്രിഡ് ക്രോസിൽ നിന്നും മെന്റലിന്റെ കൺക്ലൂഷൻ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ മെന്റലിന്റെ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞത് ഏതായിരുന്നു? പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അല്ലെങ്കിൽ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ് മെന്റലിന്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു ഡൈഹൈബ്രിഡ് ക്രോസിനകത്ത് രണ്ട് ക്യാരക്ടറിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ രണ്ട് ക്യാരക്ടറിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കിനും ഗാമെറ്റിക് ഫോർമേഷന്റെ സമയത്ത് ഈ രണ്ട് ക്യാരക്ടേഴ്സും തമ്മിൽ ലിങ്ക്ഡ് അല്ല, ഇവര് സെപ്പറേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഗാമെറ്റിക് ഫോർമേഷന്റെ സമയത്ത് ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ സെപ്പറേഷൻ നടക്കുന്നുണ്ട്. ആ ഓരോ ക്യാരക്ടേഴ്സിൽ അലീൽസിന്റെ സെപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെന്റലിന്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മള് പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ പറഞ്ഞ എന്തായിരുന്നു? മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത് അതായത് ഒരൊറ്റ ക്യാരക്ടർ ആണ് കൺസിഡർ ചെയ്യുന്നത്. ആ ക്യാരക്ടർ ഗാമെറ്റിക് ഫോർമേഷന്റെ സമയത്ത് അലീൽസിന്റെ സെപ്പറേഷൻ നടക്കുന്നു. ഈ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷന്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോം ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഓക്കെ, അതായത് പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷന്റെ ഒരൊറ്റ ക്യാരക്ടറിന്റെ കേസാണ് പറയുന്നതെങ്കിൽ സെയിം തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിൽ, പക്ഷെ രണ്ട് ക്യാരക്ടേഴ്സിന്റെ കേസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ്, അത് കണക്ക് തന്നെ പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ, ഗാമെറ്റിക് ഫോർമേഷന്റെ സമയത്ത് അലീൽസിന്റെ സെപ്പറേഷൻ നടക്കുന്നുണ്ട്, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, അതായത് ഗാമെറ്റിക് ഫോർമേഷന്റെ സമയത്ത് ക്യാരക്ടേഴ്സിന്റെ സെപ്പറേഷൻ നടക്കുന്നുണ്ട്, ആ ക്യാരക്ടേഴ്സിനകത്ത് അലീലിക് സെപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. പിന്നെ എന്താണ് പാരന്റൽ ടൈപ്പ്? F1 പ്രോജനി, F2 പ്രോജനി. മോണോഹൈബ്രിഡ് ആണെങ്കിൽ F2 പ്രോജനിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആയിരിക്കും. ഡൈഹൈബ്രിഡ് ആണെങ്കിൽ F2 പ്രോജനിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ അതായത് മെന്റൽസ് ഫസ്റ്റ് ലോയും മെന്റൽസ് സെക്കൻഡ് ലോയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കുവാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷനും പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ സെഗ്രിഗേഷനകത്ത് മിയോസിസിന് മുന്നേ ഓരോ ഇൻഡിവിജ്വൽസും രണ്ട് അലീൽസ് പൊസസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഫിഗർ, നമ്മൾ നേരത്തെ ഒരു ഫിഗർ കണ്ടില്ലേ, അതിനകത്ത് എന്താണ് മിയോസിസ് നടക്കുന്നതിന് മുന്നേ ക്യാപിറ്റൽ ആറും ഒരുമിച്ചും സ്മോൾ ആർ ഒരുമിച്ചായിരുന്നു. ഓക്കെ,
ഇനി അനാഫേസിലോട്ട് വരുമ്പോഴത്തേക്കിനും അലീൽസിന്റെ സെപ്പറേഷൻ, അതായത് ഗാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് അലീൽസിന്റെ സെപ്പറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അതും നമ്മൾ കണ്ടായിരുന്നു. ആ ഗാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ക്യാപിറ്റൽ ആർ സെപ്പറേറ്റ് ചെയ്യുന്നു, സ്മോൾ ആർ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനി ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിലോട്ട് നോക്കുമ്പോഴത്തേക്കിനും ഡിഫറന്റ് ലോക്കയിലുള്ള, അപ്പൊ നമ്മൾ ലോക്ക എന്താണെന്ന് പറഞ്ഞു, ലോക്കസ് എന്താണെന്ന് പറഞ്ഞു. എന്താ ലോക്കസ്? ഒരു അലീലിന്റെ പൊസിഷനെയാണ് നമ്മൾ ലോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ലോക്കസിന്റെ പ്ലൂറൽ ഫോം ആണ് ലോക്കി എന്ന് പറയുന്നത്. അപ്പൊ ഡിഫറന്റ് ലോക്കയിലുള്ള അലീൽസിന്റെ സെപ്പറേഷൻ നടക്കുന്നു. ഗാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ഡിഫറന്റ് ലോക്കയിലുള്ള അലീൽസിന്റെ സെപ്പറേഷൻ നടക്കുന്നു, ഇൻഡിപെൻഡന്റ്ലി സെപ്പറേറ്റ് ചെയ്യുന്നു. അതാണ് മെന്റലിന്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ് മെന്റേലിയൻ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു. മെയിൻ ആയിട്ട് നമ്മൾ 3 കാര്യമാണ് പറഞ്ഞത്. കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ, മെന്റൽ ഫസ്റ്റ് ലോ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓഫ് മെന്റൽ സെക്കൻഡ് ലോ. ഓക്കെ, താങ്ക് യു.